നമസ്കാരം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശനം പ്രശ്നരഹിതമായി പൂർത്തിയാകുമ്പോൾ രാഷ്ട്രപതി ഭവനം തിരിച്ചറിയുന്നത് അയ്യപ്പ കടാക്ഷമാണ്. ഒന്നിലേറെ മനുഷ്യ സഹജമായ പിഴവുകൾ ഉണ്ടാക്കി. പക്ഷെ അവിടെയെല്ലാം ഒരു കരുതൽ തുണയ്ക്കെത്തി. കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ താഴുന്നത് മുതൽ പ്രതിസന്ധി തുടങ്ങി. പക്ഷെ ഇതിന്റെ പ്രതിസന്ധികളൊന്നും രാഷ്ട്രപതിയെ ബാധിച്ചില്ല. മനസ്സ് നിറഞ്ഞ് അയ്യപ്പനെ കണ്ടു. അതുകൊണ്ട് തന്നെ ശബരിമല യാത്രയിലെ സുരക്ഷാ പാളിച്ചകളിലൊന്നും സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്ര ഏജൻസികളെയോ രാഷ്ട്രപതി ഭവൻ കുറ്റപ്പെടുത്തില്ല. എന്നാൽ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് നൽകുകയും ചെയ്യും. ശബരിമല ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നിലയ്ക്കലിലും പ്ലാപ്പള്ളിയിലും മധ്യേ മൺതിട്ട ഇടിഞ്ഞു വീണ് കല്ലുകൾ റോഡിൽ പതിച്ചു. ഉച്ചയ്ക്ക് രാഷ്ട്രപതി പമ്പയിലെ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൌസിൽ നിന്ന് വാഹനത്തിൽ കയറുന്നതിന് തൊട്ട് മുൻപായി പമ്പ KSRTC ഡിപ്പോയ്ക്ക് സമീപം മരം ഒടിഞ്ഞു വീണതും ആശങ്കയ്ക്കിടയാക്കി. തിങ്കളാഴ്ച പുറത്തിറങ്ങിയ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 പുറത്തിറങ്ങിയ മുന്നറിയിപ്പിൽ ഓറഞ്ച് അലർട്ട് ആവർത്തിച്ചു. ഇന്നലെ രാവിലെ തെളിഞ്ഞ കാലാവസ്ഥ വന്നപ്പോൾ കാലാവസ്ഥാ വകുപ്പിനെ വിമർശിച്ചവരുണ്ട്. എന്നാൽ ഉച്ചയോടെ നിലയ്ക്കൽ മേഖലയിൽ ശക്തമായ മഴ തുടങ്ങി. രാവിലെ രാഷ്ട്രപതി നിലയ്ക്കലിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ മടക്കം പ്രതിസന്ധിയിലായേനെ. നിലയ്ക്കലിലെ ഹെലിപാഡിൽ ഇറങ്ങുന്നത് ഒഴിവാക്കിയത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും പകരം പത്തനംതിട്ടയിലെ പ്രമാട്ടത്ത് ഹെലികോപ്റ്റർ ഒരുക്കാൻ തലേ ദിവസം രാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നത് വൻ വീഴ്ചയായി. പ്രമാടത്ത് നിന്ന് നിലയ്ക്കൽ വരെ രാഷ്ട്രപതിയെ റോഡ് മാർഗം എത്തിച്ചത് ട്രയൽ 1 പോലും നടത്താതെയാണ്. ഇതും വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. ഒക്ടോബർ 5-നാണ് രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് ശബരിമല സന്ദർശനം സംബന്ധിച്ച സ്ഥിരീകരണം വരുന്നത്. 2 ആഴ്ചയിലേറെ സമയം ലഭിച്ചിട്ടും മുന്നൊരുക്കങ്ങൾ പാളിയെന്നതാണ് വസ്തുത. പ്രമാടത്ത് ഹെലിപാഡിന് ചുറ്റും സുരക്ഷാ വേലി ഇല്ലെന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ പലപ്പോഴും നായ്ക്കൾ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിനടുത്ത് വരെ എത്തി. ഇത് പോലീസുകാർക്കും തലവേദനയായി. നിലയ്ക്കലിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ തയ്യാറാക്കേണ്ട മറ്റു പ്ലാനുകൾ പരിശോധിച്ചില്ലെന്നതും വീഴ്ചയാണ്. തുലാമാസ പൂജയ്ക്കായി ശബരിമല തുറന്നത് മുതൽ ദിവസവും മഴ പെയ്തിട്ടും രാഷ്ട്രപതി എത്തുന്ന ഇന്നലെ നിലയ്ക്കലിൽ ശക്തമായ മഴ പെയ്തുവെന്ന് 2 ദിവസം മുൻപേ കാലാവസ്ഥ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും മുൻകരുതലുകൾ സ്വീകരിക്കാത്തതാണെന്ന് രാഷ്ട്രപതിയുടെ സന്ദർശന വേളയിൽ സുരക്ഷാ വീഴ്ചയ്ക്കിടയായത്. രാവിലെ 6:30-ക്കാണ് മൺകൂന റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. രാത്രി പെയ്ത മഴയാണ് മണ്ണിടിയാൻ കാരണം. ഈ സമയം റോഡിൽ പോലീസ് സംഘം ഉണ്ടായിരുന്നതിനാൽ ബന്ധപ്പെട്ടവരെ ഉടൻ വിവരം അറിയിക്കാനായി. ആദ്യം തന്നെ ഒരു വശത്തുകൂടി വാഹനങ്ങൾക്ക് പോകാനുള്ള ക്രമീകരണം ഒരുക്കിയ ശേഷമാണ് ബാക്കി കല്ലുകൾ നീക്കം ചെയ്തത്. കാലാവസ്ഥയടക്കം വിശകലനം ചെയ്ത് രാഷ്ട്രപതി ഭവനെ കാര്യങ്ങൾ മുൻകൂട്ടി ധരിപ്പിക്കുന്നതിൽ വലിയ പിഴവുണ്ടായി. രാഷ്ട്രപതി പമ്പയിലെ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൌസിൽ നിന്ന് വാഹനത്തിൽ കയറുന്നതിന് തൊട്ടു മുൻപാണ് വനമേഖലയിലെ മരം വീണത്. അഗ്നിരക്ഷാ സേന ജീവനക്കാർ സമീപത്തുണ്ടായിരുന്നു. ഇവർ കളക്ടർ S. പ്രേംകൃഷ്ണനെ വിവരം അറിയിച്ചു. പമ്പയിലാണ് രാഷ്ട്രപതിക്ക് ഭക്ഷണം ക്രമീകരിച്ചിരുന്നത്. മരം മുറിച്ചു മാറ്റുന്നതുവരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു കാത്തിരുന്നു. അഗ്നിരക്ഷാ സേനയുടെ 18 പേരടങ്ങിയ സംഘം 8 കട്ടറുകൾ ഉപയോഗിച്ച് 7 മിനിറ്റ് കൊണ്ട് 30 അടി നീളമുള്ള മരം മുറിച്ചു നീക്കി. റോഡിലെ പൊടിയും വെള്ളവും ഉപയോഗിച്ച് കഴുകി നീക്കി. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള അപകടകരമായ എല്ലാ മരങ്ങളും ഒരാഴ്ച മുൻപേ സുരക്ഷയുടെ ഭാഗമായി മുറിച്ചു നീക്കിയിരുന്നു. എന്നിട്ടും വീണ്ടും മരം വീണു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ പ്രമാണം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച ഹെലിപാഡ് താഴ്ന്നത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന് ആന്റണി MP ആരോപിച്ചിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് വരെയും ഹെലികോപ്റ്റർ നിലയ്ക്കൽ ഇറക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നത്. കാലാവസ്ഥ പ്രതികൂലമാകുമെന്ന വിവരത്തെ തുടർന്ന് രാത്രിയിലാണ് പ്രമാടത്തിറങ്ങാൻ തീരുമാനിക്കുന്നത്. രാഷ്ട്രപതി നിലയ്ക്കൽ ഇറങ്ങുന്നത് സംബന്ധിച്ച് പ്ലാൻ A മാത്രമാണ് തയ്യാറാക്കിയത്. പ്ലാൻ Bയെ സംബന്ധിച്ച് ചിന്തിച്ചില്ലെന്നും പ്രമാടത്ത് ആവശ്യമായ ക്രമീകരണങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും MP ആരോപിച്ചു. രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തൊട്ടടുത്ത ഹെലിപാഡിലേക്ക് തെരുവ് നായ എത്തിയതും സുരക്ഷാ വീഴ്ചയാണെന്ന് MP പറഞ്ഞു. തെരുവ് നായ എത്തുന്നത് നിയന്ത്രിക്കാൻ കഴിയാത്ത പോലീസ് തന്നെ നായയെ ഓടിക്കുകയായിരുന്നുവെന്നും MP പറഞ്ഞു.